എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനന പാത വഴി വരുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകും. സന്നിധാനത്ത് വരി നിൽക്കാതെ ദർശനം നടത്താം. തീരുമാനം ഈ തീർത്ഥാടന കാലത്ത് നടപ്പിലാക്കാനാണ് ആലോചന. സാധ്യത പരിശോധിക്കാനായി ദേവസ്വം മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. എരുമേലി വഴിയുള്ള പരമ്പരാഗത കാനന പാതയിലൂടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് ഒരു ആശ്വാസ വാർത്തയാണ് അന്നുണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ മല ചവിട്ടി പരമ്പരാഗത കാനന പാതയിലൂടെ മല ചവിട്ടി വരുന്ന അയ്യപ്പന്മാർക്ക് പ്രത്യേകം ക്യൂ അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. സ്വാമി, എങ്ങനെയാണ് ഒരുപാട് ഏകദേശം 50 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഓരോ അയ്യപ്പന്മാരും പരമ്പരാഗത കാനന പാത വഴി വരിക. അവരെ സംബന്ധിച്ചതൊരു ആശ്വാസ തീരുമാനമാണല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ദേവസ്വം ബോർഡിനോടും അതുപോലെ നമ്മുടെ സർക്കാരിനോടും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈ 2019 കോവിഡിന് ശേഷം ശബരിമലയിൽ ഉണ്ടാകുന്ന തിരക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കാനനപാത വഴി യാത്ര ചെയ്യുന്ന ആളുകളെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എരുമേലിയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് കാളകെട്ടി ക്ഷേത്രം, അഴുതാ നദിയിൽ മുങ്ങിക്കുളിച്ച് അവിടുന്ന് കല്ലെടുത്ത് കല്ലിടാങ്കുന്നിലിട്ട് അവിടുന്ന് പുതുശ്ശേരി മല അതുകഴിഞ്ഞെത്തി നമ്മൾ തങ്ങുന്നത് അന്നേ ദിവസം സ്റ്റേ ചെയ്യുന്ന മുക്കുഴി ദേവീക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ മുക്കുഴി ദേവീക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മളെ കഴിഞ്ഞ വർഷം വരെ 6 മണിക്കാണ് തുറന്നു വിട്ടുകൊണ്ടിരുന്നത്, ചെക്ക് പോസ്റ്റ് തുറന്നു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 7 മണിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുക്കുഴി ദേവീക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന ചെക്ക് പോസ്റ്റിന് അടുത്ത് തന്നെ ഒരു അരുവിയാണ്. അപ്പോൾ ഈ അരുവിയിൽ കാട്ടാനക്കൂട്ടം ഒന്നിച്ച് വെള്ളം കുടിക്കാനായിട്ട് രാവിലെ എത്തുന്നത് കൊണ്ട് ഈ കാടിൻ്റെ വനം വളരെ തിങ്ങി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടും സൂര്യപ്രകാശം പെട്ടെന്ന് അങ്ങോട്ട് വരാത്തത് കൊണ്ട് അവിടെ ആളുകളെ വിട്ട് കഴിഞ്ഞാൽ ആനയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം 7 മണിയാക്കിയിരിക്കുന്നത്. അപ്പോൾ 7 മണിക്കും ശരിക്കും പെട്ടെന്നൊന്നും വരില്ല. ഞങ്ങളൊക്കെ ടോർച്ചൊക്കെ അടിച്ചാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തുടർച്ചയായിട്ട് ഞങ്ങൾ 15ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഈ 7 മണിക്ക് വിട്ടാലും നമ്മൾ പമ്പയിൽ എത്തുമ്പോഴത്തേക്കും വീണ്ടും 1 മണിക്കൂർ ഡിലേ ആവുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ തിരക്ക് നമ്മളെ ബാധിക്കുകയും നമുക്ക് ഗണപതി കോവിലിൽ കയറി തൊഴുത് വന്ന് മരക്കൂട്ടത്തിലെത്തുമ്പോൾ ആ ഷെൽട്ടറിലും അടച്ചിട്ട് വീണ്ടും പഴയ ശരംകുത്തി വഴി കയറ്റി വിട്ട് നമ്മൾ തിരിച്ച് സന്നിധാനത്തിൽ എത്തുമ്പോഴത്തേക്കും നടയടയ്ക്കുന്ന സാഹചര്യമാണ് മിക്കപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള കാര്യം, സന്നിധാനത്ത് എത്തുന്ന ഈ കാൽനടയായിട്ട് എരുമേലിയിൽ നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സ്പെഷ്യൽ ക്യൂ അനുവദിക്കണം എന്നാണ് നമ്മൾ ദേവസ്വം മന്ത്രിക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അവറുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു തീരുമാനം ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ അയ്യപ്പന്മാർക്കും അതിലെ വന്ന് ദർശനം കിട്ടാൻ പാടാണ്. പക്ഷെ നമുക്കൊരു കാലം ഒരു മുള്ളു കൊള്ളാതെയും ഒരു കല്ലെ പോലും തട്ടാതെയാണ് ഞങ്ങൾ ഈ 50 കിലോമീറ്റർ നടന്ന് സന്നിധാനത്ത് എത്തുന്നത്. പക്ഷേ സന്നിധാനത്ത് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു അവസ്ഥ, നമുക്ക് എങ്ങനെയാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് അറിഞ്ഞപ്പം വളരെ സന്തോഷമുണ്ട്. അതിന് എല്ലാവിധ ഞങ്ങളുടെ ശ്രീഭദ്രകാളിക്കാവ് ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും അതോടൊപ്പം എന്നോടൊപ്പം കഴിഞ്ഞ വർഷം നടന്നു വന്ന കുറേ ആളുകൾ ആ നിവേദനത്തിൽ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും നമുക്ക് അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നമ്മളൊരു നന്ദിയും കൂടെ അറിയിക്കുകയാണ്. എന്തായാലും ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ആശ്വാസകരമായ തീരുമാനം ചർച്ചയായി തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഇത്രയും 50 കിലോമീറ്ററോളം സഞ്ചരിച്ചെത്തുന്നവർ പലരും ഈ നടപ്പന്തലിൽ എത്തുമ്പോൾ വീണ്ടും ക്യൂ നിന്ന് വളരെ നിരാശപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പാടെ മാറാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമാണ് അയ്യപ്പന്മാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്.